രാജിവെക്കില്ല എന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു ഇപ്പോൾ വ്യക്തമാക്കുന്നു. കോൺഗ്രസ് സർക്കാർ 5 വർഷവും തുടരും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്നും പോരാട്ടം തുടരുമെന്നും സുഖ്വിന്ദർ സിംഗ് സുഖു പ്രതികരിച്ചു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർക്കെ അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറയുമ്പോൾ അവിടെ എന്തൊക്കെ പ്രതീക്ഷിക്കണം ഇനി ആർക്കെ? അദ്ദേഹം പറയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു, രാജ്യസന്നദ്ധത അദ്ദേഹം അറിയിച്ചിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്ന വിവരം. പക്ഷെ ആ വിവരങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ തള്ളിക്കൊണ്ടാണ് സുഖു നിലപാട് വ്യക്തമാക്കുന്നത്. താൻ രാജിവെക്കാനായിട്ട് പോകുന്നില്ല, സർക്കാർ 5 വർഷം തുടരുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥയിൽ BJPക്ക് വലിയ രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. BJPയുടെ നിരവധി MLA-മാർ അടക്കമുള്ളവർ തങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് സർക്കാരിന്റെ രാജിയെ കുറിച്ചിട്ട് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചർച്ച അത് അനുചിതമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ സർക്കാർ ഭൂരിപക്ഷം ഉള്ള സാഹചര്യമാണ് ഉള്ളത്. ഭൂരിപക്ഷം സഭയിൽ ആവശ്യമാണെങ്കിൽ അത് തെളിയിക്കുകയും ചെയ്യും. ഏതെങ്കിലും വിധത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളൊന്നും തങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വം സുഖുവുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഒരുപക്ഷെ വിക്രമാദിത്യ സിംഗിന്റെ സമ്മർദ്ദം അങ്ങനെ പെട്ടെന്ന് അനുവദിച്ച് നൽകേണ്ട എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തുന്നതിന്റെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ ഈ ഇത്തരത്തിലുള്ള ഒരു നിലപാട് വ്യക്തമാക്കാൻ അവർ സുഖുവിനോട് ആവശ്യപ്പെട്ടത് എന്നാണ്. ഏതായാലും ഈ വിഷയത്തിൽ BJP ശക്തമായിട്ടുള്ള ഒരു നിലപാട് തൊട്ട് പിന്നാലെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. BJP പറയുന്നത് സുഖുവിന് തുടരാനായിട്ടുള്ള അവകാശമില്ല, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിൽ തുടരാനായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നാണ് ജയറാം താക്കൂർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്.